എടുക്കുന്നില്ല, എന്തിനു വേണ്ട, വെറുതെ ഇതിനെ പലിശ കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്ന് വ്യത്യാസം വന്നുകൊണ്ടാണ് ഫുൾ ലോൺ 1,95,000 രൂപയ്ക്ക്. അതായത് ഈ ഒരു മോഡൽ നിങ്ങൾ സ്വിഫ്റ്റോ ആ ഒരു റേഞ്ചുള്ള ഐറ്റം ഗ്രാൻഡോ വേറെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വിലയാവും. 17 രജിസ്ട്രേഷൻ വരുന്ന 1.5 ആണോ? 1.5 ഡീസൽ പോളോ ആണ്. നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ഈ ഡിസംബർ വരെ അണ്ടർ വാറണ്ടിയാണ്. അപ്പോൾ സർവീസൊക്കെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. പേയ്മെന്റ് ചെയ്യണ്ട, ഓൾറെഡി കസ്റ്റമർ പേയ്മെന്റ് ചെയ്ത് വെച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം ഷോറൂം ക്ലബ്സിലേക്ക് വന്നിരിക്കുകയാണ്. സനൂപ സുഖല്ലേ? അടിപൊളിയായിട്ട് പോന്നോ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രത്യേകത വെച്ചാൽ ഫുൾ ലോൺ വണ്ടി ഉണ്ടോ? ഫുൾ ലോണിൽ വണ്ടികളുണ്ട്, മാക്സിമം ലോണിലും നല്ല ക്വാളിറ്റി വണ്ടികൾ. ഓക്കെ, ഇതിൽ ചെറിയ സെഗ്മെന്റ് കൂടുതലും എല്ലാ വണ്ടികളും ഉള്ളത് ചെറിയ സെഗ്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 7 സീറ്റർ ഉണ്ട് അല്ലേ? 2 രൂപ മുതൽ 6 ലക്ഷം രൂപ വണ്ടികളുണ്ട്. 6 ലക്ഷം രൂപ വരെയുള്ള എല്ലാ ബഡ്ജറ്റിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്തായാലും ഒരു കാർ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമാക്കിയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസിൻ്റെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും മാവൂരിലേക്ക് പോകുന്ന റൂട്ട് അല്ലേ? ഓക്കെ, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുകൂടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ സംരംഭം മേരാക്കാസിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. നമ്മുടെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാർ മാക്സിമം വിലയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ വിട്ടുപോകണ്ട. നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? ആദ്യ വാഹനം ക്ലബ്സിയുടെ ഒരു ഐക്കോണിക് കാറാണ് മഹീന്ദ്ര XUV KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. KUV 100. ഓക്കെ, 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 25,000 കിലോമീറ്റർ മാത്രമേ ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്ററാണ്. പെട്രോൾ എഞ്ചിനാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഏകദേശം ഒരു 13-15 റേഞ്ച് മൈലേജ് കിട്ടും. ഇത് ടോപ്പ് എൻ ആണോ? ഇത് ടോപ്പ് എൻ തൊട്ട് താഴെ K6 എന്ന് പറയും. K6 ആണ് അല്ലേ? K8 ആണ് ഫുൾ ഓപ്ഷൻ. K8 ഫുൾ ഓപ്ഷൻ. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എന്താ പറയുക, ഒരു 6 സീറ്റർ വാഹനമാണ്. 5 സീറ്റർ അല്ല, RC തന്നെ 6 സീറ്റർ ആണ്. ഫ്രണ്ടിൽ കോ ഡ്രൈവർ സീറ്റിൽ 2 പേർക്ക് ഇരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഒരു കോമ്പാക്ട് SUV ലുക്കാണ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എത്ര കൊടുക്കാം? 3.75 ചോദിക്കുന്നത്. ചെറിയൊരു മടങ്ങി കൊടുക്കാം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ K6. ഓക്കെ, നമുക്ക് അതിലൊരു 90% ലോൺ കിട്ടും. 90% ലോൺ കയറും അല്ലേ? ഓക്കെ, 3.25 ആസ്കിംഗ് ആണ്. എന്തായാലും വില കുറച്ച് തരുന്നതാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. ലോണിൻ്റെ എങ്ങനെയാ ഇങ്ങോട്ട് നേരിട്ട് വന്ന് തരുവാൻ വേണ്ടല്ലോ? വാട്സാപ്പിൽ അയച്ചു തന്നാൽ പോരെ? നേരിട്ട് അയച്ചാൽ മതി, വാട്സാപ്പ് അയച്ചാൽ മതി. അപ്പോൾ ലോൺ പാസ്സാവില്ലോ എന്നുള്ള നേരം അറിയാം. ലോൺ ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. വണ്ടി കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ലോൺ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, വണ്ടി കണ്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പൊതുവെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും പണി വരാറുണ്ടോ? ഇല്ല, പണികളൊന്നും. നമ്മളിത് പെട്രോൾ വണ്ടി കൊടുത്തല്ലോ ഇപ്പോൾ അല്ലേ? ഇപ്പോൾ കുറേ വണ്ടി ഇത് കൊടുത്തില്ല, കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. ഓക്കെ, അടുത്തൊരു ടിയാഗോ ആണ്. ന്യൂ ഷേപ്പ് ടിയാഗോ KL35 കോട്ടയം പാല. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ്? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 39,000 കിലോമീറ്റർ. നോർമൽ ആയിട്ട് ഓടിയുള്ളൂ. ഏതാ ഓപ്ഷൻ? ഫുൾ ഓപ്ഷൻ വണ്ടി. എക്സെറ്റ് പ്ലസ് മാനുവൽ 2020. ഓക്കെ, 4 പുതിയ ടയർ ഉണ്ട്. പുത്തൻ ഇൻഷുറൻസ്, ഫുൾ കവർ. ഓക്കെ, പുതിയ ഇൻഷുറൻസ് ആണ്. അതിൻ്റെ വാഹനങ്ങളൊക്കെ ഒന്നും നോക്കാനില്ല. സർവീസ് ഒക്കെ പോയിട്ടുണ്ടാവില്ല? കറക്റ്റ് സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് ഉണ്ട്. പിന്നെ ഇതിലൊരു ആക്സിഡന്റ് ഉണ്ട്. എന്താ സംഭവിച്ചത്? അത് ഫ്രണ്ടിൽ ക്രോസ് ബമ്പർ മാറിയിട്ടുണ്ട്. ക്രോസ് ബമ്പർ, ഹെഡ് ലാമ്പ്, ബമ്പറൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, മേജറായിട്ട് ആപ്രോണ് ചേസ് ഒന്നുമല്ല. ക്രോസ് ബമ്പർ നേരിട്ട് വരുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും ഫ്രണ്ടിൽ. അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസും ഉണ്ടാവും. ഓക്കെ, 2020 ടിയാഗോ ആണ്. എക്സെറ്റ് പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. 39,000 അല്ലേ പറഞ്ഞ ഓട്ടം? ഓക്കെ, എത്രയപ്പോൾ ആസ്ക് കഴിഞ്ഞാൽ? നമുക്ക് 4.5 കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, നമുക്കൊരു 5,15,000 രൂപ ലോൺ കൊടുക്കാം. വേണ്ട, അത്ര വേണ്ട. എടുക്കുന്നില്ല, ലോൺ എടുത്തോട്ടെ. എന്തിനു വേണ്ട, വെറുതെ ഇതിനെ പലിശ കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്ന് വ്യത്യാസം വന്നുകൊണ്ടാണ് ഫുൾ ലോൺ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും, കുറച്ച് ക്യാഷ് അങ്ങോട്ടും കിട്ടും കയ്യിലേക്ക്. അതൊന്നും വേണ്ട. ഓക്കെ, ഫുൾ ലോൺ എടുക്കാൻ ആരും നിർബന്ധിക്കില്ല. അപ്പോൾ ഫുൾ ലോൺ വണ്ടിക്ക് കിട്ടുന്നുണ്ട്, അത് താല്പര്യമുള്ളവർക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ. ഒരു 14 മുതൽ 17 റേഞ്ച് മൈലേജും കിട്ടും. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ് അല്ല? ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് കിട്ടുവന്നു. KL2 കൊല്ലം വണ്ടിയാണ്. ഇതും ഒരു ഓട്ടോമാറ്റിക് കാറാണ്.
എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നുണ്ട്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗ് അല്ലേ ഒരു? സിംഗിൾ എയർ ബാഗ്. 63,000 2019 ഓട്ടോമാറ്റിക്. മാനുവൽ പോലെ തന്നെ മൈലേജ് ഉണ്ടാവും. 18-19 റേഞ്ച് മൈലേജ് ഒക്കെ കിട്ടും എന്തായാലും. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. വണ്ടി നല്ല നീറ്റാണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉപയോഗിച്ച വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് റിപ്പീറ്റ്സ് ഒന്നുമില്ല. സീറ്റ് കവർ എല്ലാം അടിപൊളി, നല്ല ക്ലീൻ വണ്ടി, നല്ല ക്ലീൻ പീസ് വാഹനം. 1000 cc ആണ് വരിക. മൈലേജ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പ്രൈസ് എത്ര? 385 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് നെഗോഷ്യബിൾ ആണ്. ഓക്കെ. 2019 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഫിറ്റാണ്. ഒരു 3 ലക്ഷം ലോൺ കിട്ടും. 3-ന് പുറത്ത് കിട്ടും. ഒരു 3.25 3.30 കിട്ടും. 3.30 കിട്ടും. 30-40 കിട്ടും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻ്റ് ആണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഡൗൺ പേയ്മെൻറ്റ് കൂട്ടി ലോൺ കുറച്ചിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്നതേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ടിയാഗോ വന്നു. ഓൾഡ് ഷേപ്പാണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. XZ 18 പ്ലസ് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ക്ലീൻ വാഹനമാണ്. വണ്ടിയാണ്. ഓട്ടം വലിയ ഓട്ടം പോയിട്ടില്ല, കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 14 മുതൽ 17 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ. നമ്മൾ 4-10 ചോദിക്കുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷനാണ്. അലോയ്സിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും അല്ലേ? ഓക്കെ. 4,10,000 ആസ്കിങ്. ഓക്കെ. നമുക്ക് അതിലൊരു 85-90% ലോൺ ചെയ്ത് കൊടുക്കാം. 90% ലോൺ എടുക്കും. അപ്പോൾ നല്ലൊരു ക്ലീൻ പീസ് ടിയാഗോ ആണെന്നുണ്ടെങ്കിൽ വിളിക്കാം. 2018 മോഡൽ XZ ആണ്. 17 മോഡൽ XZ. സോറി 17. ഓക്കെ. 18 പ്ലസ് വന്നു അല്ലേ? ഓക്കെ. XZ ആണ്. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് ഡാറ്റ്സൺ ഗോ വന്നു. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഡാറ്റ്സൺ ഗോ. ഇതിൻ്റെ തന്നെ ഒരു ഗോ പ്ലസ് 7 സീറ്റർ പുറകിലുണ്ട് ഇപ്പോൾ. ഓക്കെ. ഇതേതാ രജിസ്ട്രേഷൻ? KL 5 കോട്ടയം. പറഞ്ഞോളൂ. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ ചെയ്ത. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണല്ല. 15 രജിസ്ട്രേഷൻ ചെയ്ത വാഹനം. ഇതും 6 ആണോ വരുന്നത്? സീറ്റർ അല്ല, 6 സീറ്റർ അല്ല, 5 സീറ്റർ. ഇതിന് കുറച്ച് വീതി ഉണ്ടെന്ന്. ഓക്കെ. RC 5 തന്നെയാണ്. ഓക്കെ, പറഞ്ഞോളൂ. 14 മോഡൽ 15 രജിസ്ട്രേഷൻ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടോപ്പ് എന്താ? ഫുൾ ഓപ്ഷൻ T ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 1.95 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 1,95,000 രൂപയ്ക്ക്. അതായത് ഈ ഒരു മോഡൽ നിങ്ങൾ സ്വിഫ്റ്റോ ആ ഒരു റേഞ്ചിലുള്ള ഐറ്റം ഗ്രാൻഡോ വേറെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വിലയാവും. ഇരട്ടീൻ്റെ വില പോകും. നോർമൽ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം. അതെ. 14-15 കിലോമീറ്റർ മൈലേജും കിട്ടും. 1,95,000 രൂപയ്ക്കാണ് ഈ ഒരു വാഹനം. അതിൽ തന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ്. നമുക്കൊരു 90% ലോൺ ചെയ്ത് കൊടുക്കാം. 90-100 ഫുൾ ലോൺ കിട്ടാൻ വരെ ചാൻസ് ഉള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ളതാണ്. ഓക്കെ. അടുത്ത വണ്ടിയിൽ അടുത്തൊരു ഹോണ്ട അമേസ് ആണ്. KL 22 രജിസ്ട്രേഷൻ ഹോണ്ട അമേസ്. നല്ലൊരു കോമ്പാക്ട് സാധാ വാഹനമാണ്. അവരോട് എങ്ങനെ ഡീറ്റെയിൽ? 2015 മോഡൽ S ഓപ്ഷൻ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ അല്ല? ഓക്കെ. നോർമൽ ഓട്ടമാണ്. എൻ്റെ വണ്ടിയുടെ സെയിം 15 എൻ്റെ മോഡൽ ഓട്ടോ അത്രയും തന്നെ മതി. ഒരു 13 മുതൽ 17 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ. പിന്നെ 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ മാറ്റം ചെയ്തിട്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് ലോൺ കിട്ടുന്നതാണ്. എത്ര ഫുൾ ലോൺ കിട്ടും? ഫുൾ ലോൺ എന്തായാലും കയറില്ല. ഒരു 90% 90-95% കയറും. എന്തായാലും കയറും. ഓക്കെ. 3,50,000 രൂപയ്ക്ക് 2015 മോഡൽ അമേസ്. മിഡിൽ ഓപ്ഷൻ അല്ലേ പറഞ്ഞത്? S ആണ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ഓക്കെ. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. സ്റ്റിയറിംഗ് കൺട്രോൾ അടക്കം വരുന്നില്ല. ഓക്കെ. അത്രയേ ഉള്ളൂ. മെയിൻ്റനൻസ് കുറഞ്ഞൊരു നല്ല കോമ്പാക്ട് മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ അടുത്തൊരു പോളോ വന്നിരിക്കുകയാണ്. KL 57 ഇതും. കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ. ഒരു റെഡ് പോളോ. ഡീസലോ പെട്രോളോ? ഡീസൽ. TDI കണ്ടു. ഓക്കെ. പറഞ്ഞോളൂ. എങ്ങനെ? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. 17 രജിസ്ട്രേഷൻ വരുന്ന 1.5 ആണോ? 1.5 ഡീസൽ പോളോ ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ്. ബാക്കി ഏതാ? ഹൈലൈനാ? കംഫർട്ട് ലൈൻ. അപ്പോൾ അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. മിഡിൽ ഓപ്ഷനാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ്. ഓക്കെ. ഡിഫോർ വൈപ്പർ എല്ലാം ഉണ്ടാവും. അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത്രയേ ഉള്ളൂ. ബാക്കി സെക്കൻഡ് ഓപ്ഷൻ ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടോ എത്ര പോയി? 89,000 കിലോമീറ്റർ. 89,000 പ്രോപ്പർ കമ്പനി സർവീസ് മാത്രമാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ അല്ല? ഓക്കെ. ഫുൾ സർവീസ് ഉള്ള വാഹനം. ഓക്കെ. ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡിന്റെ അവിടെയും ഡോറിന്റെ അവിടെയും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്യുക. എങ്ങനെയാ? കസ്റ്റമർ വന്ന് നോക്കിയിട്ട് അതുപോലെ സംസാരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 4,70,000 രൂപ.
4.25 ലക്ഷം രൂപയ്ക്ക് 16 മോഡൽ 17 രജിസ്ട്രേഷൻ 1.5 ഡീസൽ പോളോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ഒരു 4-4.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. ചെറിയ എമൗണ്ട് കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ 7 സീറ്റർ വന്നിരിക്കുകയാണ്. KL 43 രജിസ്ട്രേഷനുള്ള ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. അതായത് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ പുറകിലത്തെ സീറ്റ് അല്ലേ? 7 സീറ്റർ അത്യാവശ്യം ഹൈറ്റുള്ള സീറ്റർ പറയാം. എന്നാലും അങ്ങോട്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയ സീറ്റുമാണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ? ടി തന്നെയാണ് ഫുൾ ഓപ്ഷൻ. ഓക്കെ, 36,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതാ ഹൈലൈറ്റ്. നീറ്റാണ് വണ്ടി, ഇന്റീരിയർ ഒക്കെ കണ്ടാൽ നീറ്റാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, 16 പറഞ്ഞേ? 16. കൂടുതലും ഡാറ്റ്സൺ ഗോ പ്ലസ് 16 കാണല്. അധികം എടുത്തിട്ട് 16 കാണല്. 17 കൂടി പിന്നെ ഈ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആളുകൾ സെയിൽ ചെയ്യുന്നത് കൊല്ലം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അല്ലല്ല, 15-16 ആളുകൾ കൈ ഒഴിവാക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യുന്നത് 15-16. കൂടുതൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ 16 ഓക്കെ, വേറെ ഒരു ക്ലെയിമില്ല. നല്ല നീറ്റ് വണ്ടി. ടയേഴ്സും ഫ്രണ്ടിലുണ്ട് നല്ല ടയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും കാണാനില്ല. ജസ്റ്റ് ഒരു സർവീസ് ആയിട്ട് ഓടിക്കാം അല്ലേ? ഒരു റെഗുലർ സർവീസ് എന്തായാലും നിങ്ങൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, ചില്ലറ വർക്ക് എന്തായാലും സെക്കൻഡ് ഹാൻഡ് മേജറായിട്ടുള്ള പണിയൊന്നും ഇല്ലാന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, എത്ര കൊടുക്കുക? 2,60,000 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം ചെയ്തിട്ട് നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും. 265 2016 ലോ കിലോമീറ്റർ. എത്രയാണ് പറഞ്ഞാൽ? 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഒരു ഗോ പ്ലസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വിളിച്ചോളൂ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ക്ലബ്സിയുടെ മറ്റൊരു ഐക്കണിക് വാഹനം വന്നു അല്ലേ? ഐ10 ഗ്രാൻഡ് ആണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ ആണ്, എറണാകുളം ജില്ല. എന്താ സാധനം ഇത്? കഴിഞ്ഞ പ്രാവശ്യം കണ്ട വണ്ടിയല്ലല്ലോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ട വണ്ടിയാ? ഓക്കെ, എന്താ പറ്റിയ? ലോൺ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2015 മോഡൽ ഫുൾ ഓപ്ഷൻ ആസ്റ്റ ഓട്ടോമാറ്റിക്. ഓക്കെ, പുഷ് ബട്ടണും കാര്യങ്ങളും എല്ലാം വരും. ഓട്ടോമാറ്റിക് 80 ആണ് ഗിയർ ബോക്സ് വരിക. AMT പോലെ കയറ്റത്ത് നിൽക്കുമ്പോൾ പുറകോട്ടേക്ക് ഇറങ്ങി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഹോൾഡ് ചെയ്ത് നിൽക്കും, ലാഗും ഉണ്ടാവില്ല. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. 50,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. 50,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമാണ്. ഓക്കെ, 2015 പിന്നെ മൈലേജ് കുറച്ച് ഷോർട്ടായിരിക്കും. മൈലേജ് ഒരു 13-14 കിലോമീറ്റർ അത്രേ മാക്സിമം കിട്ടുള്ളൂ. ഒരു 10 മുതൽ അത്ര കണ്ടാൽ മതി. ഓക്കെ, നോക്കി ഓടിക്കുന്ന പോലെ ഇരിക്കും. ഓട്ടോമാറ്റിക് 80 പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊക്കെ നോക്കി കണ്ട് ഓടിച്ചില്ലെങ്കിൽ കംഫർട്ടാണ്. ഡ്രൈവിംഗ് കംഫർട്ടും അവർ സുഖമാണ്. അവർ പറഞ്ഞാണ്, സത്യമാണ്. വണ്ടി എന്തായാലും നീറ്റാണ്. ഓക്കെ, ഒന്നും ചെയ്യാനില്ല അല്ലേ? ഓക്കെ, എത്രയാണ് പാസ് ചെയ്യുന്നത്? 4,30,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 430. ചെറിയ രീതിയിൽ മാറ്റം ചെയ്തിട്ട് മാക്സിമം ലോൺ കൊടുക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏറ്റവും ഫുൾ ലോഡും ഓട്ടോമാറ്റിക് 2015 വാഹനം. 430. ഒരു 380-90 ലോൺ കിട്ടും. അപ്പോൾ ഒരു 10-40-50 കണ്ടാൽ മതി. അടുത്തതും ഒരു കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനമാണ്. KL 57 രജിസ്ട്രേഷൻ വരുന്ന റിനോ ട്രൈബറാണ്. കോഴിക്കോട് കൊടുവള്ളിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡൽ RX-Z ഫുൾ ഓപ്ഷൻ വാഹനം. ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനമാണ്. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 24,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഒരു 13-16 റേഞ്ച് മൈലേജ് ഉണ്ടാവില്ല ഇതിന്? 16-17 ഒക്കെ കിട്ടും. 24,000 അല്ലേ ഓടി? 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. 19 മോഡലാണ്. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം കേട്ടോ. എത്ര വരെ? ഈ ഡിസംബർ വരെ. ഈ ഡിസംബറിലാണ് വാഹനം ഇറങ്ങിയത്. 24 ഡിസംബർ 5 കൊല്ലം വാറണ്ടി. ഈ ഡിസംബർ വരെ അണ്ടർ വാറണ്ടിയാണ്. അപ്പോൾ സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് ഒരു സർവീസ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. പേയ്മെന്റ് ചെയ്യണ്ട. ഓൾറെഡി കസ്റ്റമർ പേയ്മെന്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഫ്രീ സർവീസ് ആണ്. അത് നിങ്ങൾക്ക് വരുന്നത് ഫ്രീ സർവീസ് ആണ്. അപ്പോൾ അത് കമ്പനി തന്നെയാണ്, അല്ലെങ്കിൽ വാറണ്ടി കട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഡിസംബർ വരെ വാറണ്ടി ഉള്ള വാഹനമാണ്. വേറൊന്നും നോക്കാനില്ല. അത്യാവശ്യം മൈലേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ എഞ്ചിനാണ്. ഇതിൻ്റെ ബാക്ക് സീറ്റ് എർട്ടിഗ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതേ പർപ്പസിന് പറ്റിയ സീറ്റ് തന്നെയാണല്ലേ? ഓക്കെ, നമ്മൾ ഗോ പ്ലസിനെ കണ്ട പോലെ അതല്ല, അത് വേറെ തന്നെ. ഓക്കെ, എത്രയാണ് പാസ് ചെയ്യുന്നത്? നമ്മൾ 5,65,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 565 2019 വെറും 24,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ 7 സീറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത്രയും ചെറിയ മോഡൽ ഫുൾ ഓപ്ഷൻ 7 സീറ്റർ. മാക്സിമം ലോൺ വരുമോ? 90% ലോൺ വരും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്കോ. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ഇതും ഡാറ്റ്സൺ ആണ്. ഡാറ്റ്സൻ്റെ റെഡി ഗോ ഏറ്റവും ചെറിയ വാഹനം. അതും ഒരു ഓട്ടോമാറ്റിക്കാണ്. സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ വാഹനമാണ്. സിറ്റിയിലൊക്കെ കളിക്കുന്നവർ ഒരു അഡീഷണൽ കാർ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ വാഹനമാണ്. ചെറിയ വിലക്കായിരിക്കും. എന്തായാലും പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഫുൾ ഓപ്ഷൻ ഓക്കെ. AMT തന്നെയാണ് ഗിയർ ബോക്സ് വരാം. ഒരു 20 റേഞ്ച് എന്തായാലും മൈലേജ് കിട്ടും. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എത്ര? 30,000 കിലോമീറ്റർ. 30,000. 2018 ലോ കിലോമീറ്ററാണ്.
ഓക്കെ, അത്യാവശ്യം നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടയേഴ്സും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ക്വാളിറ്റിയുള്ള വണ്ടിയാണ് അല്ല. 3,25,000 രൂപ മാസ്ക് ചെയ്യുന്നത്. 3.25 ലക്ഷം രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക് കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, ആസ്കിങ് ആണ്. ഇതൊന്ന് ഫൈനൽ റേറ്റ് ഒന്നല്ല, ഇവിടെ വന്നാൽ എന്തായാലും കുറച്ച് ചെറിയ എന്തെങ്കിലും മാനം ചെയ്യണം. നമ്മൾ എത്ര ഫൈനാന്ന് പറഞ്ഞാലും ഒരു കസ്റ്റമറുടെ ഒരു സംതൃപ്തിയാണ്. അവരില്ലാതെ നമ്മളുമില്ല അല്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. മാക്സിമം ലോൺ വരില്ലേ ഇതിന്? ഇതിനൊരു 2.5-2.25 ലക്ഷം ലോൺ വരും. 2.25 വരെ. ഓക്കെ, എന്തായാലും നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് തരിക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതിൻ്റെ കാരണം കൂടെ എന്ത് തന്നെയായാലും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം, വിട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർസ് പോട്ടെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മേരാക്കാസ്, നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. മേരാക്കാസ് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാറ് പർച്ചേസ് ചെയ്യാനുള്ള മാക്സിമം വിലയ്ക്ക്. അപ്പോൾ മറന്നുകൊണ്ട പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്, സെക്യൂർഡ് RC ട്രാൻസ്ഫർ, ഫ്രീ വാല്യുവേഷൻ, ഈ 3 ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഓഫർ. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലബ് സിയിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ മുകളിൽ ഇത് അവിടെ കൊടുത്ത നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സനുവേ, താങ്ക്സ്. അടുത്ത പ്രാവശ്യം കാണാം അല്ലേ? ഓക്കെ, ബൈ.